ഹായ്. അപ്പൊ ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നാണ്. നമ്മൾ ട്രാവൽ ചെയ്യണതിന്റെ ഇടയിൽ നിർത്തിയിട്ട് സംസാരിക്കണം. അപ്പൊ കുറച്ച് നോയ്സിന്റെ പ്രോബ്ലം ഉണ്ടാവും നമ്മുടെ കാറ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി സംസാരിക്കാം, അതായിരിക്കും ബെറ്റർ. ഉള്ളിൽ കയറിയിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ പുറത്ത് ഭയങ്കര നോയ്സ്, അത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാർ എടുത്തിട്ട് ഇപ്പൊ 2 മാസം ആവണം. പക്ഷെ ഇതിലൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലിട്ടതിനേക്കാൾ കൂടുതൽ നമ്മള് ഷോറൂമിലായിരിക്കും വണ്ടി ഇട്ടിരിക്കുന്നത്. June 11th നമ്മൾ കാർ എടുക്കണു. കാർ എടുത്ത് ഓഗസ്റ്റ് കഴിയാറായി, മിഡായി അല്ലെ. പക്ഷെ ഇപ്പോഴും അവർക്ക് ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മളാണ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഫീൽ ചെയ്യണത് നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോ അത് സ്പെഷ്യലി പറയണം. പോപ്പുലർ ഹുണ്ടായുടെ മണ്ണുത്തി റോഡിലെ കുട്ടനല്ലൂർ ഷോറൂമിന്റെ കാര്യമാണ് പറയണത്. ഞാൻ വണ്ടി എടുത്ത ഒരു കാര്യം പറയാൻ, നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരുന്നു, എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിനെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വണ്ടിക്ക് ഒരു പ്രോബ്ലം വരുമ്പോ അവരുടെ ഒരു എന്താ പറയാ ഇഗ്നോറൻസ്. അതെ, അതായത് എന്റെ കാർ പലവട്ടം ഇവർ കൊണ്ടുപോയി സോൾവ് ചെയ്ത് തരാന്ന് പറഞ്ഞത്. പക്ഷെ ഒരു വട്ടം കൊണ്ടുപോയിട്ട് പൈസ ആവശ്യപ്പെടുക. രണ്ടാമത്തെ കാർ എടുക്കണേ മുമ്പേ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ, ഒരു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് ആരാന്ന് കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവൻ എന്റെ അടുത്ത് അൺനെസസറി ആയിട്ട് ഒരുപാട് വട്ടം പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഗൂഗിൾ പേ പേഴ്സണൽ നമ്പറിലും ഇതിലൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് എല്ലാം എന്റെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, എനിക്ക് ഇതിൽ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഞാൻ പുറത്തോട്ട് ഇടും. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ പിന്നാലെയായിട്ട് നമ്മൾ കുറെ, അത് കാരണമാണ് നമ്മളിപ്പോ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഷോറൂമിൽ നിന്ന് കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സൊല്യൂഷൻ പറഞ്ഞ ഇവര് ഞാൻ പറയുമ്പോ കാർ കൊണ്ടുപോകും, പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് തരുമെന്നുള്ളതിന് മാത്രമാണ് നമ്മളതിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്യൂ സോൾവ് ആയോ അങ്ങനത്തെ കാര്യത്തിന്. ഇപ്പൊ ഞാനിത് സംസാരിക്കില്ലായിരുന്നു, പക്ഷെ ഒരൊറ്റ ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ഈ ഇഷ്യൂ റെക്ടിഫൈ ചെയ്ത് വരുന്നത്, ഐ മീൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ കാർ എടുക്കുന്ന സമയത്ത്. എനിക്ക് വളരെ ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. ചിലപ്പോൾ 10 പേരെ വീഡിയോ കാണുള്ളൂ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള ചിലവര് സ്ക്രോൾ ചെയ്ത് പോകുന്നവരാവും നമുക്ക് വിഷയമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം പറയണം. അതായത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അവിടെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് പോകണം. അതെ, അതായത് ഒരു വട്ടം സെറാമിക് ചെയ്ത് വണ്ടി കൊണ്ടുപോയിട്ട് ഓമാര് തിരിച്ചു കൊണ്ടുവന്നപ്പോ ഞാൻ അല്ലെങ്കിൽ വല്ല മെഴുകില് മുക്കി കൊണ്ടുവന്ന പോലെ കാറിന്റെ അവസ്ഥ. അപ്പൊ എന്റെ ഒരു ആലോചിക്കുക, കുട്ടിക്ക് വയ്യാതെ വീട്ടിൽ പനിയുള്ള സമയത്ത് കാർ എനിക്ക് ആവശ്യത്തിന് വേണ്ട ഞാൻ വാങ്ങിച്ചു. എന്തെങ്കിലും ഇപ്പൊ പനി കാര്യങ്ങൾ വരുന്നത്, ഒരു ദിവസം ഇവർക്ക് പനി കിടക്കുന്ന സമയത്ത് എനിക്ക് കാർ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവർ കൊണ്ടുപോയിട്ട് തരില്ല. 10-12 ദിവസം ഇവർ ഷോറൂമിൽ വണ്ടി കൊണ്ടിട്ടത്. അതന്നെ ഞാൻ പറയട്ടെ, നമ്മള് ജൂലൈ ഇപ്പൊ ഓഗസ്റ്റ് 1 മന്ത്, ഈ മാസത്തിന്റെ ഇടയിൽ നമ്മള് ഒരു വട്ടം, അതായത് പ്രോപ്പർ ആയിട്ട് ഒരു വീക്ക് പോലും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടില് പാർക്ക് ചെയ്തിട്ടില്ല നമ്മുടെ കാറ്, അല്ലേ? ഒരു വീക്കില് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കാർ ഇവിടെ ആയിരിക്കും, ഷോറൂമിലായിരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും നോക്കാം നമുക്ക്. ഇനിയിപ്പോ അടുത്ത കൊണ്ടുപോകുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് കൊണ്ടുവരും. ഞാൻ നോക്കാം എന്തായാലും ഞാൻ വീഡിയോസ് ഞാൻ അതിൽ ആഡ് ചെയ്യാം, വണ്ടിയുടെ സ്ക്രാച്ചസ്. കാരണം നിങ്ങൾ അറിയണം, അത് വണ്ടി വാഷ് ചെയ്ത് കിട്ടിയപ്പോഴാണ് എനിക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടി. ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതൊക്കെ ഇവിടെ പോപ്പുലർ ഉണ്ടായാലും കൊണ്ടായിട്ട് നമുക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഈ കാണുന്നതല്ല, ഇതെല്ലാം ചളി തെറിച്ചിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കാണുന്ന ഈ വരകളെല്ലാം അവരുടെ വശത്ത് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ തേപ്പടിയും എനിക്ക് അറിയില്ല. പിന്നെ അടുത്ത് ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ് ഇതുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എനിക്ക് ഇപ്പോഴൊരു പിടുത്തം കിട്ടുന്നില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഒന്നില്ലെങ്കിൽ ഞാൻ അതാ പറയുന്നത്, നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നല്ലേ. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവരുടെ വശത്ത് വന്നിട്ടുള്ള അനാസ്ഥകളാണ് ഞാൻ പറയണത്, കാറിന് വന്നിട്ടുള്ള അവസ്ഥകളും. ഞങ്ങൾ പറഞ്ഞ ഷോറൂം ഇതാ, നമ്മുടെ ഹൈലൈറ്റ് മോളിന്റെ അടുത്ത്, കുട്ടനല്ലൂർ ഷോറൂം, നിയർ ടു ടാറ്റ മോട്ടോഴ്സ്. അതെ, പോപ്പുലർ ഹ്യുണ്ടായി.